ഹലോ ചങ്ങായിമുറ, ദേശീയ പണിമുടക്ക് നമ്മുടെ കണ്ണൂർ കളക്ടറേറ്റ് ഭാഗം. ദിവസം ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലം. ഇന്നെല്ലാം നിശ്ചലമായിട്ടാണ് ഉള്ളത്. ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി എല്ലാം നിശ്ചലമായിട്ടാണ് ഉള്ളത്. ഒരുപാട് ട്രേഡ് യൂണിയൻ്റെ ഇതാണ് പണിമുടക്ക്. ഇവിടെ വേറെ ഫ്ലക്സ് ഇതാ. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവർ നല്ല ആവശ്യങ്ങളെല്ലാം നടക്കട്ടെ. എന്തേ പണിമുടക്ക് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്ന നല്ല നല്ല ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കട്ടെ. നമുക്കെല്ലാം വീക്ക്ലി സാലറിയാണ്. ഇന്നൊരു ദിവസത്തെ കട്ടായി അത്ര. വേറെന്താ പറയണ്ടേ, മന്ത് സാലറി ആണെന്ന് പ്രശ്നമില്ല, അതങ്ങ് ആഡ് ചെയ്ത് പോകും. വീക്ക്ലി സാലറി നമ്മളെ ഇന്ന് ഡെയിലി ബേസ്. ഇന്നൊരു ദിവസത്തെ സാലറി നഷ്ടമായി, കുഴപ്പമില്ല, എന്തായാലും നടക്കട്ടെ. കുഴപ്പമില്ല എന്നല്ല, ഇപ്പം ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയത്തെ യാത്ര നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക്. നേരത്തെ പഴയ ബസ് സ്റ്റാൻഡ് കാണിച്ചില്ലേ, ഇനി പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര. ഇതെവിടെ സ്ഥലം അറിയില്ല എല്ലാവർക്കും, സർക്കിളും കാര്യമല്ലോ. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര അടുത്ത. പിന്നെ എന്ത് പൈരം കൊടുത്തിട്ട് ഒന്നും ആവുന്നില്ല വൈ. കണ്ണൂർ സുൽത്താൻ്റെ യൂട്യൂബ് ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് അപ്പാ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. അതേപോലെ ഒന്ന് യൂട്യൂബ് ഒന്ന് എല്ലാവരും അമർത്ത്. ഞാൻ അന്നേ പറയുന്ന 1000 എല്ലാം അയക്കാൻ അതൊരു പാങ്ങായി വൈ. എല്ലാവരും ഒന്ന് യൂട്യൂബ് അമർത്തേ. അടുത്ത യാത്ര നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിൽ എന്താണ് സ്ഥിതി നോക്കാം. കണ്ണൂർ നഗരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഒന്നും നോക്കണ്ട, മെല്ലെ 2 വീലർ എടുത്തിട്ട് മെല്ലെ വന്നോ. കാരണം ഇന്നൊന്നും മഴയില്ല, നല്ല അടിപൊളിയാണ്. സൂര്യൻ നല്ല കത്തിച്ചൊളിച്ച് നിൽക്കുന്നുണ്ട്. നോക്കിയാ പൊളിയല്ലേ. ഒറ്റ വണ്ടിയിൽ ഇങ്ങനെ ഓടുന്നുണ്ടെങ്കിലും ഇപ്പം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ഇങ്ങനെ ഉണ്ട്. ബസ് സ്റ്റാൻഡിനുള്ളിലൊന്ന് കയറി നോക്കാം. നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം നോക്കിയാ ബസ്സൊന്നുമില്ല. ബസ്സുകാർക്ക് ഇന്നലെ സമരല്ലേ, ഇന്നും കൂടി സമരമാകുമ്പോൾ ഓർത്തെല്ലാം ബുദ്ധിമുട്ടന്നെ. എന്താ ചെയ്യാം, എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ബസ്സുകാരെയല്ലോ, ബസ്സുകാർ 2 ദിവസം ലോക്കായല്ലോ. ഇന്നലെ ബസ് സമരം, അവരാവശ്യങ്ങളുണ്ട്, അത് നടക്കട്ടെ. എന്താ പറയണ്ടേ, എന്താ വിദ്യാർത്ഥികളെ കൺസ്ട്രക്ഷൻ 5 റുപ്യ ആക്കണം എന്നുണ്ട്, അത് നടക്കട്ടെ. പുതിയ ബസ് സ്റ്റാൻഡിൽ ഈച്ചയും പൂച്ചയില്ല, എല്ലാം കാലിയാണ്. ഇതെല്ലാം ഇന്ന് കയറിയിട്ട് ഇങ്ങനെ എടുക്കാൻ കഴിയും, നാളെ നിന്ന് ഇങ്ങനെ കയറാൻ കഴിയുമായി. അപ്പൊ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ വേഗം വന്നോളി. ഒരൊച്ചപ്പാടില്ലാത്ത സൗന്ദര്യം ആസ്വദിക്കാം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം. നോക്കിയാ ബസ് ഇടൊന്നും ബൈക്ക് കയറ്റാൻ തന്നെ വിടില്ല, കാരണം പട്ടികാരില്ല. ഇന്നത്തെ ദിവസം നല്ല സൗന്ദര്യം ആസ്വദിക്കാം. പുതിയ ബസ് സ്റ്റാൻഡിന്റെ വേഗം വന്നോളി. സാധാരണ ഫുള്ള് ഒച്ചപ്പാടും കാര്യം. ചാലക്കാട് അത്ര പള്ളശ്ശേരി മമ്പറം വഴി കൂത്തുപറമ്പ് വരെ പോകുന്ന മുന്താസ് ബസ് ഏതാനും നിമിഷങ്ങൾക്കകം ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്നതാണ് ബായ്. അതേപോലെ ഇന്ന് ആരുമില്ല. ഓക്കെ. അപ്പൊ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ക്യാമറാമാൻ ഷഹീർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ.